അപ്പം ഞാൻ എപ്പോഴും ഇടയ്ക്ക് തടിക്കും, പിന്നെ മെലിയും, തടിക്കും മെലിയും, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അത് ഈ ഷെഡ്യൂളിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം ശരിക്കും കുടുംബത്തെ ഷോൾഡർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ അതേ കുടുംബം കാര്യമായിട്ട് നടന്നു പോകും, എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളതാണോ? ഇല്ല, ഞാൻ തന്നെയാണ് ഫാമിലി. ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി ആൻഡ് പാരൻസ്. അതൊരു ആ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അതെ, അതങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഈ ഓടി നടന്ന് കാശുണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്കുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കിയാലേ നടക്കുള്ളൂ. അവസരങ്ങൾ തേടി പോകണം, ചില ഓഡീഷൻസിന് നമ്മൾ പങ്കെടുക്കണം. അപ്പോൾ ഈ ഹെവി വർക്കാണ്. ഡയനയ്ക്ക് ഡേറ്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണേ. പക്ഷേ ഇതിനിടയിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് കണ്ടെത്തി കൊടുക്കുക, ഷൂട്ട് ക്ലാഷ് ഉണ്ടാവാതെ പോവുക, ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണോ? അതുകൊണ്ട് അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്ന വർക്ക്സ് ഒന്നും അങ്ങനെ ഒഴിവാക്കാറില്ല. മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അറിയില്ല, നമുക്ക് എപ്പോഴും ആരോഗ്യം ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. സോ പിന്നീട് റെസ്റ്റ് എടുക്കാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സിനിമയെ മാത്രം ആശ്രയിച്ച്, ടെലിവിഷനെ മാത്രം ആശ്രയിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എല്ലാ മേഖലയിലും എവിടെയൊക്കെ അവസരങ്ങളുണ്ടോ അതനുസരിച്ച് ജോലി ചെയ്യാമെന്നുള്ളൊരു. പക്ഷെ എനിക്ക് പറഞ്ഞതുപോലെ സിനിമ നഷ്ടമായിട്ടുണ്ട്, പ്രോഗ്രാമുകൾ നഷ്ടമായിട്ടുണ്ട്. ഒരു താളത്തിനങ്ങ് പോവുക. ചേട്ടൻ ചോദിച്ചത് ശരിയാണ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതെ, തോന്നാറുണ്ട്. മറികടക്കാനുള്ള പ്ലാൻസ് ഒന്നും ഇല്ല. പ്ലാൻസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക, കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. ഒരു ഡയറിയിൽ തന്നെ എല്ലാ ദിവസവും ഓരോരോ വർക്ക്സ് എഴുതി വെക്കുക. ഫ്രീ ഡേറ്റ്സ് ഒക്കെ വരുന്നത് നോട്ട് ചെയ്യുക, അവരെ വിളിക്കുക, സംസാരിക്കുക, നമുക്കിന്ന് ഇന്ന ദിവസം ചെയ്താലോ എന്ന് ചോദിക്കുക, അങ്ങനെ പോവുക. അതെ, കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്? സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഇല്ല, സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അതെ, അച്ഛനും അമ്മയൊന്നും അങ്ങനെ സഹായിക്കില്ല? അവർ രണ്ടുപേരും ഇല്ല, ഇതിലൊന്നും ഇടപെടാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി പല രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ അപ്ഡേഷൻസ് ഇങ്ങനെ പോകുമ്പോഴും നമ്മൾ ഈ പറയുന്ന സർവൈവലിനെ കുറിച്ച് പറയുന്നത് പോലെ ഇത് അപ്ഡേറ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും. ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ ചെയ്യണത്, അതെ ഇനിയും ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നമുക്ക് അറിവില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതൊരു ആങ്സൈറ്റിയിലേക്ക് നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ അങ്ങനെ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, ആം ഐ ഡൂയിങ് ഇനഫ്? ഇത് ഇത്രയും മതിയോ? ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഇത്രയും മതിയോ? കാരണം സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ അവരുടെ ലെവലിലേക്ക് എത്തുന്നുണ്ടോ? ഞാൻ അതൊക്കെ ചെയ്യേണ്ടതുണ്ടോ? അതിപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ മതിയോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ച് ഞാനൊരു ഡിപ്രഷനല്ല, കുറച്ച് പാനിക്ഡ് ആയോ എന്ന് എനിക്കൊരു സംശയം. ഒരു പോയിന്റിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, കുറച്ച് ആങ്സൈറ്റി കൂടി പോയെന്ന് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ചിന്തകൾ കുറച്ചു. നമുക്ക് ഉള്ളത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, പോളിഷ് ചെയ്ത് കൊണ്ടുപോവുക. ആ പോളിഷിങ്ങിൽ ചെറിയൊരു അപ്ഡേഷൻ വരുമായിരിക്കും. ലെറ്റ് ദാറ്റ് ഹാപ്പൻ ഓൺ ഇറ്റ്സ് ഓൺ എന്ന് വിചാരിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ചില സമയത്ത് സ്വയം പ്രഷർ എടുത്തിട്ട് സ്ട്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യും, തീർച്ചയായിട്ടും ഫീൽ ചെയ്യും ചേട്ടാ. അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യില്ലെങ്കിൽ മറികടക്കുന്നത് എങ്ങനെയാണെന്നാണ്? ഞാൻ ഉപദേശം ചോദിക്കാറുണ്ട്. ഇപ്പൊ രമേശ് ചേട്ടനോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ചേട്ടാ ഇങ്ങനെയാന്ന്. അദ്ദേഹമൊക്കെ കറക്റ്റായിട്ട് ഉപദേശങ്ങൾ നൽകാറുണ്ട്. ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കും. കൊളീഗ്സ്, നമുക്ക് വളരെ ആത്മബന്ധമുള്ള കൊളീഗ്സ് ഉണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ദേ ഗിവ് സം അഡ്വൈസ്. അപ്പം നമുക്ക് അതിലുള്ളത് നമ്മളത് സ്വീകരിക്കും. ഞാൻ മാക്സിമം ഇത് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ കണ്ടെത്തിയ ഒരു വഴി. അതെ, ലീവ് ചെയ്ത് പോവുക. അതെ. പിന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമുക്ക് ചെറിയൊരു എഫേർട്ട് എടുക്കാം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഓക്കെ ആകും. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലൊരു സമയത്തൊരു ഭയങ്കര കൺസേൺ ആയത്. കാരണം ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഒരുപാട് പേര് ഓൺലൈൻ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്, വളരെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണോ വേണ്ടോ, എങ്ങനെ ചെയ്യാം, അതിൻ്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ആയിപ്പോയി. അപ്പോൾ അതെൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുമോ, അത് ഞാൻ ചെയ്യാതിരിക്കുന്ന എൻ്റെ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ചിന്തപ്പാട് അവസാനം എന്നെ എത്തിച്ചത് ആങ്സൈറ്റിയിലേക്കാണ് എന്നെ എത്തിച്ചത്. ഞാൻ വിചാരിച്ചു വേണ്ട, ഇതിവിടെ നിർത്താം, മതി. അതെ, ഉള്ളത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇല്ല. അതെ. അപ്പോൾ ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് എത്ര പ്രത്യേക എഫർട്ട് ഒക്കെ എടുക്കാറുണ്ടോ? ഇപ്പോൾ നിലവിൽ എൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ഫോട്ടോഷൂട്ടും
റീലും ഒക്കെ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനപ്പുറം പറ്റുന്നില്ല നിലവില്. അല്ല, ഇപ്പോൾ ഉള്ള ആരാധകരെ തന്നെ എങ്ങനെ മാനേജ് ചെയ്യുന്നു പറയൂ, അതും പറയണമല്ലോ. ആരാധകരൊക്കെ എന്ത് പറയുന്നു? ആരാധകരൊക്കെ ഭയങ്കര സ്നേഹമാണ്. സോൾ സ്റ്റോറീസ് കണ്ടിട്ട് എന്ത് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഓൾറെഡി ഒരു കമന്റ് ഇങ്ങനെ വന്നു, ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ദിസ് ഫ്രം ഡയാന ഹമീദ് എന്നൊരു കമന്റ് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ അത് ഞാൻ കമന്റ് വായിക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. പിന്നെ ഒക്കെ അവർ ഉൾക്കൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക. അതെ നമ്മൾ കലാകാരാണ്. നമുക്കൊരു ചില സമയത്ത് നമുക്കൊരു കംഫർട്ട് സോണിൽ നിന്ന് ഷെല്ലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യേണ്ടി വരും. ശരി, അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ്. അതുപോലെ പുതിയ കാലത്തിനെ അഡ്രസ് ഷുവർ. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടേ പറ്റൂ. അതെ അതെ അതെ. അല്ല, അപ്പോൾ ആ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ മറികടക്കണമെന്നുള്ളത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? കാരണം എന്ന് വെച്ചാൽ നമ്മളെ നല്ല കുട്ടിയായിട്ട് കണ്ടു, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും നമ്മുടെ സംഭാഷണമൊക്കെ അവരെടുത്തിട്ടുണ്ടാവും, അവരുടെ വീട്ടിലെ കുട്ടിയായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സമൂഹമാണ് ഡയാനയുടെ ആക്ച്വൽ ഓഡിയൻസ് എന്ന് പറയുന്നത് അവരാണ്. അവിടേക്കാണ് ഇത് പ്രഷർ ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ ഉണ്ട് അല്ലേ? അതെ അതെ അതെ, ചിന്ത എനിക്കുണ്ട്. അത് മറികടക്കണം. എല്ലാം നന്നായി, എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ. അടുത്ത പടത്തിന് ചാൻസ് കിട്ടുമ്പോൾ കാരണം ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കാതിരിക്കില്ല. അതെ 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 അതെ, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ 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 എന്ന് പറഞ്ഞാൽ അയ്യോ ശരിയാ, ഉത്തരം പറയണം. അതെ അതെ മാത്രം പറയാൻ പാടില്ല. അങ്ങനെ പ്രതീക്ഷയുണ്ട്. അതായത് പല മൂവീസും പല ചിത്രങ്ങളും പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തുന്നതും അവർക്ക് ഇഷ്ടമാകുന്നതും ഇന്ന ആക്ടറിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ, അല്ലെ അത് കൊള്ളാം, നന്നായിരുന്നു, അല്ലെങ്കിൽ കൊള്ളത്തില്ല, മോശമായി എന്നിവർ കൂടുതൽ അഭിപ്രായം പറയുന്നത് അതായത് ഇപ്പം OTT പ്ലാറ്റ്ഫോമുകളിലും TV-യിൽ ടെലിവിഷൻ സ്ക്രീനിലും എത്തുമ്പോഴാണ്. ഇത് മനോരമ മാക്സ് ഡയറക്റ്റ്ലി അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറക്കിയ ഒരു ചിത്രമാണ്. ഇത് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തും ഒരു പ്രതീക്ഷയുണ്ട്. ചേട്ടൻ പറഞ്ഞ ശരിയാണ്, അതിലൂടെ എനിക്കൊരു ബെറ്റർ പ്രോജക്ട്സ് ഒക്കെ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഇതേ സിമിലർ ജോണറിലുള്ള അല്ല ഇതുപോലത്തെ കഥാപാത്രങ്ങളോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുട്ടി ഒരു ക്യാരക്ടർ ഏൽപ്പിച്ചാൽ ചെയ്യും എന്ന് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. അറ്റ് ദ സെയിം ടൈം സാധാരണ ഓഡിയൻസ് ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടെടുക്കും. പക്ഷെ ഇതൊരു നല്ല ക്യാരക്ടറാട്ടോ, ഒരു വീട്ടമ്മയുടെ കഥാപാത്രമാണ്. അവർക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ, അവരുടെ ഉള്ളിലെ ഇഷ്ടങ്ങൾ, അതൊക്കെയാണ് ഇതിലൂടെ വരുന്നത്. അവസാനം ആ ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം സാധാരണ തോന്നും. അങ്ങനെ ചെറിയൊരു സംഗതിയാണ്. എല്ലാം നല്ലത്. ഒരുപാട് വീട്ടമ്മമാര് വിളിക്കും, ഉറപ്പായിട്ട് വിളിച്ചിട്ട് അപ്രീസിയേഷൻ പറയും. കാരണം എന്താ വെച്ചാൽ ചിലയിടത്തൊക്കെ ഹൈഡായി കിടക്കുന്ന, അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസീവായിട്ട് ഡയാന സ്വന്തം ആളാണല്ലോ ടെലിവിഷനിലൂടെ. അപ്പോൾ അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് തന്നെയാണ് അവർ കാണാൻ സാധ്യതയുള്ളത്. അങ്ങനെ തന്നെയാണ് എന്റെയും പ്രതീക്ഷ. കാരണം ഇപ്പോൾ അനാർക്കലി തന്നെ B32-44 അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അതിൽ ഏറ്റവും ഭയങ്കര കണക്ഷൻ എന്ന് പറയുന്നത് അവർ തമ്മിൽ കിസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അവിടെ മുതൽ ഈ ക്യാരക്ടേഴ്സിന്റെ മാനസികാവസ്ഥയായിട്ട് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്, ഭയങ്കര രസമായിട്ട് ട്രാവൽ ചെയ്യണം. അവിടെയാണ് കണക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതും ആ ഇമോഷൻസ്, നമ്മൾ എപ്പോഴും കാണുന്ന ചില ഇമോഷൻസിന് അപ്പുറത്തേക്ക് ചില പൊട്ടൻഷ്യൽ ഇവർ കാണിക്കുമല്ലോ. ഇവള് കൊള്ളാമല്ലോ, ഇവള് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ നിങ്ങളെ കുറിച്ച് പറയും. ഞാൻ പടം കാണാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഇതായിരിക്കും നമ്മൾ ആദ്യം പറയാം. എനിവേ, സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. സിനിമകൾ ഇങ്ങനെ തുടരട്ടെ, വർക്കുകളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാം, തിരക്ക് കൂടട്ടെ.